കോഴിക്കോട് മാവൂരിൽ വീടുകളിൽ വെള്ളം കയറുന്നു. പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങൾ മരിച്ചത്. ഇന്ത്യാസ്, മാവൂരിൽ ഏത് ഭാഗത്താണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്നത്? എത്ര വീടുകളിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥയാണ്? രതീഷ്, കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാവിലെ വരെ അതിശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയൊക്കെ മാറി ആകാശമൊക്കെ തെളിഞ്ഞു. പക്ഷേ ഇന്നലെ രാത്രിയിലൊക്കെ പെയ്ത അതിശക്തമായ മഴ കാരണം കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഭാഗത്തൊക്കെ വീടുകളിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. മാവൂരിലെ കച്ചേരിക്കുന്ന് എന്ന് പറഞ്ഞ പ്രദേശമാണിത്. ഈ പ്രദേശത്തൊരു വയൽ പ്രദേശമാണ്. വയലിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്നത് കൊണ്ട് അതിന് സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നു എന്നുള്ളതാണ് കാര്യം. ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഈ വീടുകളൊക്കെ ഇവിടെ ഒരു 3ഓളം വീടുകൾ അടുപ്പിച്ച് ഈ വയൽ പ്രദേശത്ത് തന്നെ ഉണ്ട്. ആ വീടുകളിലേക്കൊക്കെ വീടിന്റെ അകത്തേക്ക് തന്നെ കാര്യമായ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. നമുക്ക് കുറച്ച് ഈ 2 വീടുകൾക്കപ്പുറം കുറച്ച് വീടുകൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഇത് ഒരു ഭാഗം റോഡും ഒരു ഭാഗത്ത് വീടുകളുമാണ്. അതിന്റെ തൊട്ട് നടുവിലായിട്ട് വയലുകളുമാണ്. ആ വയൽ പ്രദേശത്തെ വെള്ളം, ആ വയലിൽ വെള്ളം നിറയുമ്പോൾ അത് വീടുകളിലേക്ക് കയറുന്നു. ഇത് എല്ലാ തവണയും പതിവുള്ളതാണ്, എല്ലാ വർഷവും പതിവുള്ളതാണ്. ആ പതിവ് കാഴ്ച തന്നെയാണ് ഇത്തവണയും ഉള്ളത് എന്നുള്ളതാണ്. കാരണം പക്ഷേ സ്ഥിരമായി മഴ പെയ്യുകയാണെങ്കിൽ, അതിശക്തമായ മഴ തുടരുന്നൊരവസ്ഥയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ 3 വീടുകൾക്കപ്പുറം മറ്റു ചില വീടുകൾ കൂടെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്കൊക്കെ ഒരു പക്ഷേ വെള്ളം കയറാൻ സാധ്യതയുണ്ട്, വെള്ളം കയറും എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നൊരു കാര്യം. ഇപ്പോൾ ഈ വീടുകളിലുള്ളവരെല്ലാം മറ്റു ബന്ധു വീടുകളിലേക്കും മറ്റുമൊക്കെ മാറി താമസിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ചില ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, സ്ഥിരം വെള്ളം കയറുന്നാണോ മോനെ? വീട്ടുകാരൊക്കെ എങ്ങോട്ടാ മാറിയ? തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ടാവും. ഈ 3 വീടുകൾക്ക് പുറമെ ഈ തൊട്ടുഭാഗത്ത്, അതിന്റെ ഈ തൊട്ടപ്പുറത്ത് ചില വീടുകളൊക്കെ ഉണ്ട്. ഈ മഴ ശക്തമായി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കും വെള്ളം കയറാറുണ്ട് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നൊരു കാര്യം. ചേട്ടാ, ഇത് സ്ഥിരം ഒരു പ്രശ്നമാണ്. എല്ലാ വർഷവും ഇതേമാതിരി തന്നെയാണ്. മഴക്കാലം വരുമ്പോൾ ഇതേമാതിരി തന്നെ വെള്ളം കയറുന്നതാണ്. ഈ ആദ്യം തന്നെ ഈ വീടുകളിലൊക്കെ കയറി വരും. പിന്നെ അതിന്റെ ശക്തമായ മഴ പെയ്തിട്ടാണെങ്കിൽ പിന്നെ അപ്പുറത്തേക്കും കയറി വരും. അതാണ് ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി. മാറി താമസിക്കാനൊക്കെ എന്താ ചെയ്യാ? മറ്റേ ക്യാമ്പിലേക്കൊക്കെ മാറി നിൽക്കും. അംഗനവാടി, സ്കൂള്, ഇതൊക്കെ അവിടേക്കൊക്കെ. ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഒരുക്കിയില്ല. അവരൊക്കെ വേറെ കുടുംബക്കാരുടെ വീട്ടിലേക്കൊക്കെ മാറി പോയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഈ സാധാരണ ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ഇത്രയും വെള്ളം കയറിയത്. ഇപ്പൊ മഴ ശക്തമായി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തേക്കൊക്കെ എത്തലുണ്ട്. അപ്പുറം ഒരു 2-3 വീടുകൾ വരെ എത്തിപ്പോവാറുണ്ട്. എല്ലാ വർഷവും പതിവുള്ളതാണ്. രതീഷ്, ഞാൻ തൊട്ടപ്പുറത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഈ പ്രദേശവാസി തന്നെയാണ്. കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഈ വെള്ളം വീടുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. നമുക്ക് ആ റോഡിലൂടെ, ഇത് ഞാൻ ഈ നടക്കുന്ന ഭാഗം റോഡാണ്. ഈ 2 ഈ വയലിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തിനും ഈ വീടുകളൊക്കെ നിൽക്കുന്ന ഈ സ്ഥലത്തിനും നടുവിലൂടെയുള്ള ഒരു റോഡാണിത്. ആ റോഡിലാകെ വെള്ളമാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ വയലിൻ്റെ ചുറ്റുഭാഗവും പല പോക്കറ്റ് റോഡുകളും ചെറിയ റോഡുകളും ഒക്കെ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് പല സ്ഥലങ്ങളിലേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മഴ മാറിയതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ റോഡുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഒരു വയൽ പ്രദേശമായതുകൊണ്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു വീടുണ്ട്. ഈ വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ വെള്ളമുള്ളത്. ആ വീട്ടുമുറ്റത്തിൽ നിന്ന് കുറേയൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആ വീടിൻ്റെ സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ആളുകൾക്ക് പെട്ടെന്ന് അങ്ങാടിയിലേക്കൊക്കെ പോകണമെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. ചാനലിനാണ് ഇവിടെ ഈ വെള്ളം സ്ഥിരമായിട്ട് കയറുന്നതാണോ? നടപ്പോട് 2 വട്ടം ഇവിടെ ഇട്ടം വന്ന് പോയിട്ടുള്ളൂ. അവിടെ ഉള്ളിൽ കയറിയില്ല. അവിടെ തറമ്മൽ വരെ ഇട്ടം വന്ന് ഇവിടെ വരെ വന്നു. നട എല്ലാ നടയും ഔട്ട് കയറിയില്ലേ? ഈ രാത്രിയിലൊക്കെ ശക്തമായ മഴ പെയ്യുമ്പോ ഇപ്പം വെള്ളം വരുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ തന്നെ രാത്രിയൊക്കെ മാറും പെട്ടെന്ന്. മറ്റു സാധനമൊക്കെ വെക്കലുണ്ട്. സാധനം എല്ലാം എടുത്ത് വെക്കലുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ പോയത് സാധനം വേറെ സ്ഥലത്തേക്ക് മാറ്റും. ഇതിപ്പോ എല്ലാ വർഷവും പതിവുള്ളതാണല്ലോ. അപ്പൊ ഇതൊരു പ്രശ്നമായിട്ട് ഇങ്ങനല്ലേ? എവിടെയൊക്കെ മാറും? ബന്ധുവീടുകളിലേക്കാ? ബന്ധുവീട്ടിലേക്ക് മാറും. ഇവിടെ ക്യാമ്പ് ഒരുക്കാറുണ്ടോ? ക്യാമ്പ് ഉണ്ട്. നഴ്സറിയില് ആണല്ലേ?
ഓക്കെ, അതാണ് ആ വീട്ടിലെ ഇത്തയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവരിപ്പോൾ അവിടെ നിൽക്കുന്നതിന്റെ ഒരു കാരണം ഈ വീടിനകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല. കാരണം രാവിലെ മഴ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ കുറഞ്ഞതോടുകൂടി വെള്ളമൊക്കെ ഒരുപക്ഷെ വീട്ടുമുറ്റത്തു നിന്നൊക്കെ പതിയെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. അതൊരാശ്വാസമാണ്. വെള്ളം അങ്ങ് ഇറങ്ങിപ്പോയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളം വീട്ടുമുറ്റത്തുണ്ട്.